സൂര്യൻ സജി, തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കനത്ത മഴ തന്നെയാണ് തൃശ്ശൂരിലും പെയ്യുന്നത്. വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒടുവിൽ വരുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. വടക്കാഞ്ചേരി ആലത്തൂർ മനപ്പടിയിൽ ഈ കനത്ത മഴയിൽ മരം വീണ് ഒരു വീട് പൂർണ്ണമായും തകർന്നു. ഈ മനപ്പറമ്പിൽ സ്വദേശിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയുടെ വീടാണ് തകർന്നത്. ഈ സമയത്ത് കൃഷ്ണൻകുട്ടി 70 വയസ്സുകാരനാണ്. കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ, അതോടൊപ്പം തന്നെ മകൻ എന്നിവർ ഈ വീട്ടിലുണ്ടായിരുന്നു. ഈ വീട് മരം വീണ് പൂർണ്ണമായും തകർന്ന ഈ വീടിനകത്ത് കുടുങ്ങിയ ആളുകളെ പിന്നീട് നാട്ടുകാരെത്തിയാണ് പുറത്ത് എടുത്തത്. അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിൽ ഈ കനത്ത മഴയിലും കാറ്റിലും ഈ മണൽ ശേഖരിക്കാൻ പോയ, മണൽ വാരാൻ പോയ വഞ്ചി മറിഞ്ഞ് 2 പേരെ കാണാതായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിലാണ് ഈ വഞ്ചി അപകടം ഉണ്ടായിരിക്കുന്നത്. ഓട്ടറാട്ട് പ്രദീപ്, അതുപോലെ തന്നെ പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത്. 4 പേർ ഒന്നിച്ച് ഇന്നലെ വൈകുന്നേരം മണൽ വാരുന്നതിന് വേണ്ടി പോവുകയായിരുന്നു. മണൽ വാരി തിരിച്ചു വരുന്നതിനിടയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാവുകയും വഞ്ചി മറിയുകയും ചെയ്തു. ഇതിൽ 2 പേർ നീന്തി കയറി. പിന്നീട് ഇവർ വന്ന് നാട്ടുകാരോട് വിവരം പറയുമ്പോഴാണ് ഈ അപകട വിവരം അറിയുന്നത്. പിന്നീട് ഫയർഫോഴ്സിന്റെയും തീരദേശ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുന്നംകുളത്ത് നിന്നും ഒരു വാർത്ത വരുന്നുണ്ട്. ഈ വീടിനോട് ചേർന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞ് വലിയ രീതിയിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 20 വീടുകൾ ഈ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. 20 അടിയോളം ഉയരത്തിൽ വീടുകൾക്ക് മുകളിലായി നിന്നിരുന്ന വലിയ മൺതിട്ടയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഈ മഴ കൂടുതൽ ശക്തിപ്പെടുകയാണെങ്കിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഉരുളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ആലിസ്, ചാക്കോച്ചൻ, പ്രേമ എന്നിവരുടെ വീടുകളുടെ പുറകിലേക്കാണ് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നത്. ഈ മഴ കൂടുതൽ കനത്താൽ ഈ മറ്റു വീടുകളിലേക്ക് കൂടി മണ്ണിടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ ഇന്നലെ ഈ വലിയ ഇരുമ്പു മേൽക്കൂര റോഡിലേക്ക് പതിച്ചിരുന്നു. അതേ ചൊല്ലിയുള്ള വിവാദങ്ങളും ചൂടുപിടിക്കുന്നുണ്ട്. ഇന്ന് കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്.